Once again, welcome back to Club FM Love Bites. Love Bitesമായി ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ കണ്ണുകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കുസൃതികൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ കുസൃതികൾ മുഴുവനും കാട്ടിക്കൊടുത്ത് നമ്മളെ എത്രയോ തവണ ചതിച്ചിട്ടുണ്ട് നമ്മുടെ തന്നെ സ്വന്തം കണ്ണുകൾ. ഓർക്കുന്നില്ലേ? നേരം വൈകി ക്ലാസ്സിൽ കയറുമ്പോൾ ടീച്ചറുടെ ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം കള്ളത്തരമാണെന്ന് ടീച്ചർക്ക് കാട്ടിക്കൊടുത്തത് നമ്മുടെ കണ്ണുകൾ തന്നെയല്ലേ? കൂട്ടുകാരനെ പറ്റിക്കാൻ അവൻ അറിയാതെ അവന്റെ പൊതിച്ചോറ് ഒളിപ്പിച്ചു വെച്ചത് ഞാൻ തന്നെയാണ് എന്ന് അവന് കാട്ടിക്കൊടുത്തതും നമ്മുടെ കണ്ണുകൾ തന്നെയല്ലേ? ശ്രദ്ധയോടെ പഠിക്കുന്ന കൂട്ടുകാരിയുടെ മുടി പിറകിൽ നിന്ന് വലിച്ചത് ഞാൻ തന്നെയെന്ന് അവൾക്ക് കാട്ടിക്കൊടുത്തതും നമ്മുടെ ഈ കണ്ണുകൾ തന്നെയല്ലേ? ക്ലാസ്സിൽ ടീച്ചറുടെ തല്ലുകൊണ്ട് ചുവന്ന കൈത്തടം അമ്മ കാണാതിരിക്കാൻ വേണ്ടി പിറകിൽ ഒളിപ്പിച്ചു പിടിച്ചത് അമ്മ കണ്ടുപിടിച്ചതും ചുവന്ന തുടുത്ത നമ്മുടെ കണ്ണുകൾ കണ്ടിട്ട് തന്നെയല്ലേ? അങ്ങനെ എത്രയെത്ര തവണ നമ്മളെ ചതിച്ചിട്ടുണ്ട് നമ്മുടെ തന്നെ സ്വന്തം കണ്ണുകളല്ലേ? ഇങ്ങനെ കണ്ണിനെ ചതിയൻ എന്ന് വിളിക്കുമ്പോൾ പോലും ഒരു കുസൃതി ഉള്ളിൽ ഒളിപ്പിച്ച് നമ്മളോടൊപ്പം ചിരിക്കുന്നുണ്ടാവും നമ്മുടെ കണ്ണുകൾ. Stay tuned. This is Club FM Love Bites and I am with you, Priyan. Good evening once again. Welcome back to Club FM Love Bites. Love Bitesൽ ഞാൻ പ്രിയൻ വീണ്ടും നിങ്ങളോടൊപ്പം വന്നിരിക്കുകയാണ്. വളരെ മനോഹരങ്ങളായിട്ടുള്ള കണ്ണുകൾ, വളരെ പ്രത്യേകതയുള്ള കണ്ണുകൾ. നമ്മൾ അറിയാതെ ആ കണ്ണുകളിലേക്ക് നോക്കിപ്പോൾ അങ്ങനത്തെ മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും നമ്മളോടിപ്പോൾ ആ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ഒരു കൂട്ടുകാരി എത്തിയിരിക്കുന്നു, അസ്ലീമ. ഹായ് അസ്ലീമ, നമസ്കാരം. അസ്ലീമ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ BA കഴിഞ്ഞു. ഇനി കണ്ണുകൾക്കുള്ള തിരച്ചിലാണോ? എവിടെ വെച്ചിട്ടാണ് അത്തരത്തിൽ രണ്ട് കണ്ണുകൾ കണ്ടിട്ടുള്ളത്? സ്ട്രൈക്ക് ചെയ്ത രണ്ട് കണ്ണുകൾ? ഡിഗ്രിക്ക് പഠിക്കുമ്പോ. എന്തായിരുന്നു അനുഭവം, പറയൂ, കേക്കട്ടെ. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന മുമ്പ് കണ്ടതായിരുന്നു. അതിന് പുറകെ നടന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എവിടെ വെച്ചാണ് കണ്ടത്? ക്ലാസ്സിൽ വെച്ചിട്ടാണ് അല്ലെ? അസ്ലീമയ്ക്ക് ഇത് പറയാനായിട്ട് ചെറിയ നാണം ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ നാണം ഉണ്ട് പറയാനായിട്ട്. എന്ത് പ്രത്യേകതയാണ് അസ്ലീമ? എന്താന്നറിയില്ല, കണ്ടപ്പോ തന്നെ ഒരു നോട്ട് നോക്കിപ്പോയി. അതെയോ? അതെ, അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള രണ്ട് കണ്ണുകളായിരുന്നു അത് അല്ലെ? ആയിരുന്നു. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച് അസ്ലീമ. ഓക്കെ, ബൈ. സോ അസ്ലീമ രണ്ട് കണ്ണുകൾ അങ്ങനെ കണ്ടു. കോളേജിൽ വെച്ചിട്ടായിരുന്നു കണ്ടത്, ക്ലാസ്സിൽ വെച്ചിട്ടാണ് കണ്ടത്. പക്ഷെ ആ കണ്ണുകളിൽ അസ്ലീമ എന്തോ ഒരു പ്രത്യേകത തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോട്ട് ദ പോയിന്റ്. സോ ഡിയർ ഫ്രണ്ട്സ്, കേട്ടുകൊണ്ടിരിക്കൂ ഇത് ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയൻ. ഒരിക്കൽ കൂടി സ്വാഗതം ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക്. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെയുണ്ട് ഇപ്പോഴും. ലവ് ബൈറ്റ്സിലൂടെ നമ്മളിന്ന് കണ്ണുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള എന്ത് വേദനയായാലും വിഷമമായാലും സന്തോഷമായാലും എന്ത് തന്നെയാണെങ്കിലും അത് കണ്ണുകളിലൂടെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് അല്ലെ? അത് മറ്റുള്ളവർ തിരിച്ചറിയുന്നതും നമ്മുടെ കണ്ണുകളിലൂടെ തന്നെയായിരിക്കും. ചില ആളുകൾ ഒരുപാട് സന്തോഷിക്കുമ്പോൾ കണ്ണുകൾ നിറയാറുണ്ട്. ആനന്ദ കണ്ണീർ എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. എപ്പോഴായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ആനന്ദ കണ്ണീർ ഉണ്ടായിട്ടുണ്ടാവുക? നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടുകാരെങ്കിലും ആയിത്തീരുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറയാറുണ്ട്. അത് സന്തോഷം കൊണ്ടാണ്, സങ്കടം കൊണ്ടല്ല. നമ്മളിലൂടെ സ്വന്തമാക്കാൻ കഴിഞ്ഞ എന്തെങ്കിലും ഒരു നേട്ടത്തെക്കുറിച്ച് നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാർ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നമ്മളോട് വന്ന് നന്ദി പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. അതും സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വികാരങ്ങളെയും പ്രകടിപ്പിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്. എന്നിട്ടും കണ്ണുകളെ നമ്മൾ ഗവനിക്കുന്നത് തന്നെയില്ല അല്ലേ? ഇനി അടുത്ത ഗാനം കേൾക്കാം. ക്ലബ് FM ലവ് ബൈറ്റ്സിൽ ഞാൻ പ്രിയൻ ഇവിടെ തന്നെയുണ്ട്, ഓൺലി ഓൺ ക്ലബ് FM. ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നും കണ്ണുകളുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പല ആളുകൾക്കും പല തരത്തിലുള്ള കണ്ണുകളാണ് ഉണ്ടാവുക അല്ലെ? കണ്ണുകൾ കൊണ്ട് പോലും തിരിച്ചറിയുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾക്ക് വലിയ കണ്ണുകളുണ്ടാവും. അവർക്ക് എന്തായാലും ഒരു ഇരട്ടപ്പേരുണ്ടാവും, ഉണ്ടക്കണ്ണൻ അല്ലെങ്കിൽ മത്തക്കണ്ണൻ, മത്തക്കണ്ണി, ഉണ്ടക്കണ്ണി എന്നൊക്കെ. നമ്മുടെ മുഖത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇന്ദ്രിയമാണ് കണ്ണുകൾ. നല്ല വാലിട്ടെഴുതിയ കണ്ണുകൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. അവളുടെ കണ്ണുകൾ മീനിനെ പോലെയാണ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കണ്ണുകളിലൂടെ കാണുന്ന കാഴ്ചകൾ, കണ്ണുകളിലൂടെ വെളിവാകുന്ന വികാരങ്ങൾ, അങ്ങനെയുള്ള മനോഹരങ്ങളായ കണ്ണുകളെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ചു ക്ലബ് FM ലവ് ബൈറ്റ്സിലൂടെ. എന്തായാലും ഇന്ന് പ്രിയനെ ഇവിടെ പറയാൻ സമയമാവുകയാണ്. വീണ്ടും ഒന്നിക്കാം ഇതുപോലെ ലവ് ബൈറ്റ്സിൽ. എന്തായാലും ഈ രാത്രിയിൽ നിങ്ങളോട് യാത്ര പറയുന്നില്ല, രാത്രിയിൽ യാത്രയില്ല എന്നാണല്ലോ. അതുകൊണ്ട് ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.